വർഗീയ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാന് CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം. നേതാക്കൾ നാവടക്കണമെന്നും പാർട്ടി നിലപാടിന് വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയാൽ തള്ളിപ്പറയുമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മുന്നറിയിപ്പ്. AK ബാലനെതിരെയും പാർട്ടിയിൽ പരോക്ഷ വിമർശനമുണ്ടായി. അതേസമയം രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് വിവാദത്തിൽ ആരോപണമുന്നയിച്ച കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയേക്കും. കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. MV ജയരാജനടക്കം പങ്കെടുക്കും. പയ്യന്നൂരിലെ പാർട്ടി എന്താണെന്ന് ഇവർ മനസ്സിലാക്കണം. ഇപ്പൊ ഏതോ ഒരാൾ ഒരു ചാനൽ വിളിച്ചു പറയുന്നത് കേട്ടിട്ട് CPM-നെതിരായിട്ട് MLA-ക്കെതിരായിട്ട് MLA ഓഫീസിലേക്ക് കൊടിയും പിടിച്ചിട്ട് കുറെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നാൽ നിങ്ങളുടെ തടി കാക്കേണ്ടി വരും എന്നേ ഞങ്ങൾക്ക് കാര്യം പറയാനുള്ളൂ. ആരെങ്കിലും പറഞ്ഞാൽ അതിനകത്ത് വസ്തുതയുണ്ടോ എന്ന് നോക്കണം. ഇവിടെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. ഈ പയ്യന്നൂരിലെ ജനാവലികൾക്കറിയാം എന്തായിരുന്നു എന്ന്. ഇപ്പോഴാ നേതാക്കന്മാരെ കള്ളിയിലിട്ടിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ജനങ്ങളുടെ പാർട്ടിയാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ സംഭാവന കൊണ്ടാണ്. ആ ജനങ്ങളുടെ സംഭാവനക്ക് ഞങ്ങൾ ഉത്തരം പറയേണ്ടത് ജനങ്ങളോടാണ്. ഈ ജനങ്ങളോട് അപവാദങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പാർട്ടിയുടെ 5 നയാ പൈസ ഇതുവരെ എവിടേക്കും പോയിട്ടില്ല. ചില കണക്ക് പറയുന്നത് കുറച്ച് വൈകി എന്നുള്ള ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരു കാര്യം വെച്ചിട്ട് ഇന്ന് ചില ആളുകൾ മുന്നോട്ട് വന്നിട്ട് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഉറപ്പോടെ പറയുന്നു, ചങ്കുറപ്പോടെ പറയുന്നു, ധൻരാജിന്റെ പിന്മുറക്കാർ പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഒരു 5 നയാ പൈസയുടെ അപകടം ഈ നാട്ടിനകത്തുണ്ടായിട്ടില്ല. കണ്ണൂരിൽ വലിയ സംഘർഷം ഇന്നലെ ഉണ്ടായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. CPM പ്രവർത്തകർ BJP കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചു എന്നാണ് ആരോപണം. ഇവരൊക്കെ ആശുപത്രികൾ ചികിത്സയിലാണ്. ഒപ്പം ഇന്നലെ നടന്ന സംസ്ഥാന കമ്മിറ്റിയിൽ വലിയ വിമർശനമാണ് സജി ചെറിയാനെതിരെ ഉയർന്നത്. VV വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, സജി ചെറിയാന്റെ വർഗീയ പരാമർശം ആദ്യഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ പാർട്ടി സെക്രട്ടറി തയ്യാറായില്ല. മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പക്ഷേ സംസ്ഥാന കമ്മിറ്റിയിൽ പാർട്ടിക്ക് ഇത് വലിയ ക്ഷീണമുണ്ടാക്കി എന്നുള്ള വിലയിരുത്തലാണോ ഉണ്ടായത്? ഇത്തരക്കാർ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും എന്ന മുന്നറിയിപ്പ് അടക്കം, അല്ലെങ്കിൽ പാർട്ടി സംരക്ഷിക്കില്ല എന്ന മുന്നറിയിപ്പ് അടക്കം ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നു. രഞ്ജിത്ത്, സജി ചെറിയാന്റെ പരാമർശം CPM-നെ വലിയ പ്രതിസന്ധിയിലാണ് ആക്കിയത്. കാരണം കാസർഗോഡും മലപ്പുറത്തും വിജയിച്ചവരുടെ പേരുകൾ നിങ്ങൾ നോക്കൂ എന്ന പരാമർശമാണ് ആദ്യമായി സജി ചെറിയാനിൽ നിന്നുണ്ടാകുന്നത്. അത് തീർത്തും വർഗീയമായ പരാമർശമാണ് എന്ന ആരോപണം ഒരു വശത്ത് ഉയർന്നു വന്നു. പിന്നീട് അതിൽ ഒരു വിശദീകരണവുമായി സജി ചെറിയാൻ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. BJP-ക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ മുസ്ലിങ്ങളും വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. CPM-ഉം കോൺഗ്രസും മതേതര കാഴ്ചപ്പാടോടുകൂടി സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും 1ഉം 2ഉം സീറ്റുകളിലാണ് ഇരു പാർട്ടികൾക്ക് യഥാക്രമം വിജയിക്കാൻ കഴിഞ്ഞതെന്ന തരത്തിലായിരുന്നു സജി ചെറിയാൻ്റെ ഒരു വിശദീകരണം പിന്നീടെത്തിയത്. പക്ഷേ ഈ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള പരാമർശങ്ങൾ ഗുരുതരമായതോടുകൂടി, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടായതോടുകൂടി അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു നിലയെത്തി. പക്ഷേ സംസ്ഥാന സമിതിയിൽ അദ്ദേഹത്തിനെതിരെ വീണ്ടും രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടായത് മാത്രമല്ല, G. സുധാകരൻ, ആലപ്പുഴയിൽ നിന്നുള്ള നേതാവാണ്, നേരത്തെ കുറേ കാലമായി സജി ചെറിയാനുമായി അത്ര രസത്തിലല്ല. സജി ചെറിയാനെ വളർത്തിക്കൊണ്ടുവന്നത് താനാണെന്ന് ഒരു ഘട്ടത്തിൽ G. സുധാകരൻ പറയുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ഈ മൂക്കാതെ പഴുത്തതിൻ്റെ പ്രശ്നമാണ് എന്ന നിലയ്ക്കാണ്. G. സുധാകരനൊക്കെ ഒരുപക്ഷെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് സജി ചെറിയാനെതിരെ ആലപ്പുഴയിൽ നിന്ന് തന്നെയുള്ള ഏറ്റവും മുതിർന്ന ഒരു നേതാവിൻ്റെ പരാമർശമുണ്ടാകുന്നത്. മാത്രമല്ല, ഇന്നലെ MV ഗോവിന്ദൻ ഈ യോഗത്തിൽ നൽകിയ ഒരു സന്ദേശവും അനാവശ്യമായ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്നത് തന്നെയാണ്. ഇതാദ്യമായല്ല സജി ചെറിയാൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങളോ അല്ലെങ്കിൽ പാർട്ടിയെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള സംഗതികളോ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശവും പുറത്തേക്ക് പോകേണ്ടി വന്നതും പിന്നെ സജി ചെറിയാൻ തിരികെ വന്നതുമായ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വശത്ത് നിൽക്കുന്നു. അതോടൊപ്പം അതിനു മുൻപ് പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് സജി ചെറിയാൻ നടത്തിയ പരാമർശം, അങ്ങനെ ഈ മത്സരിക്കുന്നതിനുള്ള പ്രായപരിധിയുമായി അദ്ദേഹം നടത്തിയൊരു പരാമർശം, അങ്ങനെ പല കാര്യങ്ങളിൽ പലപ്പോഴായി പാർട്ടിയെ വെട്ടിലാക്കുന്ന നിലയിലേക്ക് സജി ചെറിയാൻ്റെ പരാമർശങ്ങൾ പോയിരുന്നു. അവിടെയാണ് പാർട്ടിക്ക് വടിയെടുക്കേണ്ടി വരുന്നത്. ഇത്തരം പരാമർശങ്ങൾ പാടില്ല എന്ന നിലയ്ക്ക് ശാസന നൽകേണ്ടി വരുന്നത്. ഒരുപക്ഷെ ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ
കുറച്ചുകൂടി കാര്യമായി വിശദീകരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. മാത്രവുമല്ല, AK ബാലൻ്റെ പരാമർശമുണ്ടായിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതെന്ന തരത്തിലുള്ള പരാമർശം. അതും പാർട്ടിയെ വലിയ തോതിൽ വെട്ടിലാക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു. അതിനെ എതിർത്ത് നേതാക്കൾക്ക് നിലപാടെടുക്കേണ്ട സ്ഥിതി ഉണ്ടായ സാഹചര്യവും കടന്നുപോയി. അതുകൊണ്ട് തന്നെ ഈ ബാലൻ്റെയും സജി ചെറിയാൻ്റെയും ഒക്കെ തന്നെ വാക്കുകൾ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നിയന്ത്രിക്കണം. കാരണം തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അവിടെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ നേതാക്കൾ അവരുടെ വാക്കുകൾ ഉപയോഗിക്കരുതെന്ന ഒരു കൃത്യമായ സന്ദേശം തന്നെയാണ് പാർട്ടി നൽകുന്നത്. അക്കാര്യം ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഒരുപക്ഷെ പാർട്ടി എടുക്കുന്ന നിലപാടിനെ കുറിച്ചുള്ളൊരു വിശദീകരണം നൽകുമായിരിക്കും. ഏതായിരുന്നാലും CPM-നെ സംബന്ധിച്ച് ഭൂഷണമായ ഒരു കാര്യമല്ല. കാരണം ഒരു വശത്ത് നേരത്തെ മതന്യൂനപക്ഷങ്ങൾ CPM-മായി അടുത്ത് നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ മുസ്ലിം വോട്ടുകൾ വലിയ തോതിൽ UDF-ലേക്ക് പോയി എന്ന വിലയിരുത്തൽ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായി. അവിടെ നിന്ന് വീണ്ടും അത്തരം വോട്ടുകളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ അല്ലെങ്കിൽ അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ തട്ടിമറിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് CPM-ന് ഒരിക്കലും അനുഗുണമാകില്ല. അത് പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട് പാർട്ടി മുന്നോട്ട് പോകും എന്ന കാര്യം വ്യക്തമാണ്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും CPM ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിരുന്നു പലതവണയും. ബാലൻ്റെയും സജി ചെറിയാൻ്റെയും പരാമർശം ഇതിപ്പോൾ പാർട്ടി തന്നെ അത് ഗൗരവത്തിലെടുത്തിരിക്കുന്നു. ഇരു നേതാക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പും നൽകുന്നു. VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.